പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഓഗസ്റ്റ് മാസം 25-ാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ നടത്തി. കരങ്ങൾ ഉയർത്തിയിട്ട് കഴിഞ്ഞ പകൽക്കാലം നടത്തിയ കർത്താവിന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം അപ്പ, നന്ദിയോടെ സ്തോത്രം അപ്പ, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. പോയ രാത്രികാലം നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചില്ലേ? കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ദൈവിക സംരക്ഷണം നമുക്ക് തന്നില്ലേ? സ്തോത്രം. രാത്രിയിലെ ഭയത്തിൽ നിന്ന് നമ്മളെ സൂക്ഷിച്ചില്ലേ? കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. അപ്പം ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ കൃപയാണ് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റത്. കർത്താവിനെ സ്തുതിക്കുന്നത്, ദൈവവചനം കേൾക്കുന്നത്, പ്രാർത്ഥിക്കുന്നതൊക്കെ ദൈവകൃപ. അതിനായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ഈ പകൽക്കാലം ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നത് ഓർക്കുമ്പോൾ നന്ദി. ജയോത്സവമായി നടത്തുന്നത് ഓർക്കുമ്പോൾ നന്ദി. ശ്രേഷ്ഠമായി നടത്തുന്നത് ഓർക്കുമ്പോൾ നന്ദി. കർത്താവിൻ്റെ വൻ കൃപയ്ക്ക് ഞങ്ങൾ സ്തോത്രം പറയുന്നു. കർത്താവിൻ്റെ വൻ കൃപയ്ക്ക് കർത്താവേ അങ്ങേക്ക് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതമായി നടത്തുന്നതിന് സ്തോത്രം 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 സ്തോത്രം. കർത്താവെ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് നല്ലവനാകിയാൽ സ്തോത്രം, അങ്ങ് വിശ്വസ്ത ദൈവമാകിയാൽ സ്തോത്രം, അങ്ങ് മാറാത്ത ദൈവമാകിയാൽ സ്തോത്രം, അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. അപ്പോൾ ഈ പ്രഭാതം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് സ്തോത്രയാഗം അർപ്പിക്കുന്നു. അതേ സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്: ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ. സങ്കീർത്തനം 29:1. യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ. യഹോവയ്ക്ക് കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പീൻ. വിശുദ്ധ അലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ. ഈ പ്രഭാതത്തിൽ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കണം, ആനന്ദത്തോടെ ദൈവത്തെ സ്തുതിക്കണം, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണം. ആമേൻ. നിങ്ങൾ എവിടെയായിരിക്കുന്നു അവിടെയൊക്കെ ഇരുന്ന് ഇന്ന് പകൽക്കാലം കർത്താവിന് സ്തോത്രം ചെയ്യണം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് ഭയങ്കര പവറാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ പങ്കാളിത്തം വഹിക്കണം. ഒരുപക്ഷെ നിങ്ങളുടെ വിഷയം ഇന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്ത് നിങ്ങളും പങ്കാളികളാകുക. പിതാവേ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. അപ്പാ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്കായിട്ടും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവർ അനുഗ്രഹം പ്രാപിക്കട്ടെ. അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളായ ഇവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവിക അനുഗ്രഹത്തിൻ്റെ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ദൈവിക സമൃദ്ധിയും യേശുവിൻ നാമത്തിൽ ഇവർ അനുഭവിക്കട്ടെ. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. ഇവർ ചെയ്യുന്ന സകല പ്രവൃത്തികളിലും ദൈവിക മുന്നേറ്റം ഉണ്ടാകട്ടെ. ഇവരുടെ കൈകളുടെ പ്രവൃത്തികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ജോലിയിൽ ഇവർക്ക് ഉയർച്ച ലഭിക്കട്ടെ. ഇവരുടെ ബിസിനസ്സിൽ ഇവർക്ക് വർധനവ് ലഭിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവിക അനുഗ്രഹത്താൽ കർത്താവ് ഇവരെ നിറച്ചിരിക്കുന്നതിന് സ്തോത്രം. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവരെ ഓർക്കുന്നു. ആമേൻ ആമേൻ ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗശക്തികളും വിട്ടുമാറട്ടെ. എല്ലാ രോഗത്തിൻ്റെ കെട്ടുകളും മാറിപ്പോട്ടെ. നട്ടലിന് കംപ്ലൈൻറ്റ് വന്നിട്ട് നടക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആരോഗ്യത്തോടെ എഴുന്നേൽക്കട്ടെ. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. അതുപോലെ ഹല്ലേലൂയ, ക്യാൻസർ വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ ക്യാൻസർ സെല്ലുകളും യേശുവിൻ്റെ നാമത്തിൽ ആ ശരീരത്തിൽ നിർജീവമായി പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആരോഗ്യവും ആയുസ്സും ദൈവകൃപയും ആത്മാവിൻ്റെ ശക്തിയും പ്രാപിക്കട്ടെ. അതുപോലെ കർത്താവേ, ഇന്ന് വൈകിട്ട് നടക്കുവാനുള്ള മീറ്റിങ്ങിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. വലിയ ദൈവത്തിൻ്റെ ഗ്ലോറി, അങ്ങയുടെ മഹിമ എല്ലാ ഭവനങ്ങളിലും ആ മീറ്റിംഗ് നടക്കുമ്പോൾ വ്യാപരിക്കട്ടെ. എല്ലായിടത്തും ദൈവത്തിൻ്റെ മഹത്വം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ആവശ്യങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം ഈ മൺഡേ കർത്താവേ, തൻ്റെ കുഞ്ഞുങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മിറക്കിൾസ് സംഭവിക്കട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തതിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് വൈകിട്ടത്തെ മീറ്റിംഗ് ഇന്ത്യൻ സമയം 9:30 ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ അതിൽ പങ്കെടുക്കണം. ആരും തന്നെ അത് മിസ് ചെയ്ത് കളയല്ലേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യമാണ് ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. എല്ലാറ്റിനും മീതെ
ദുഷ്ടൻ്റെ തീയമ്പുകളെയൊക്കെയും കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച കൊണ്ട് നിൽപ്പിൻ, പരിച എടുത്തുകൊണ്ട് നിൽപ്പിൻ. അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ, റോമിൻ്റെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ആമേൻ ഈ ദൈവമക്കൾക്ക് ആർമർ ഓഫ് ഗോഡ് അല്ലെങ്കിൽ സർവായുധ വർഗത്തെക്കുറിച്ച് ആമേൻ റോമൻ പട്ടാളക്കാരെ നോക്കി അല്ലെങ്കിൽ അതിനോട് ഉപമ വെച്ചുകൊണ്ട് അപ്പോസ്തലൻ പഠിപ്പിച്ചതാണ്. അപ്പം ഈ ഷീൽഡ് ഓഫ് ഫെയ്ത്ത് അല്ലെങ്കിൽ വിശ്വാസം എന്ന പരിചയം എന്ന് പറഞ്ഞാൽ വളരെ വലിയതാണ്. അത് അവരെ മൊത്തത്തിൽ അവരുടെ കഴുത്ത് മുതൽ താഴോട്ട് അവരെ കവർ ചെയ്യുന്നതാണ്. അത് ലെതർ കൊണ്ട് പൊതിഞ്ഞതും അതിനകത്ത് വെള്ളത്താൽ മുക്കപ്പെട്ടതുമാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ ശത്രു അവിടുന്ന് തീ അമ്പുകൾ, ഇപ്പോഴത്തെ കാലത്ത് അങ്ങനത്തെ അമ്പുകൾ നമുക്ക് കാണാൻ കഴിയത്തില്ല, പക്ഷേ അന്ന് ഈ അറ്റം കൂർത്ത അമ്പുകൾ, അതിൻ്റെ അറ്റത്ത് ഈ തീ ആയിരിക്കും വരുന്നത്. അത് വന്ന് ശത്രുവിൻ്റെ പാളയങ്ങളിലേക്ക് ചെന്ന് വീഴുമ്പോൾ പാളയങ്ങളൊക്കെ കത്തിപ്പോകും, അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. അപ്പം ഈ അമ്പുകളെ ഈ ഒരു സോൾജിയറിന് നേരെ, ഒരു പട്ടാളക്കാരന് നേരെ എയ്തു വിടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഈ പരിച എടുത്തു പിടിക്കുമ്പോൾ ഈ പരിചയിൽ വന്ന് കൊള്ളും. പരിചയിൽ വന്ന് കൊള്ളുമ്പോൾ അത് വെള്ളം കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അതെന്ത് ചെയ്യും? അത് നിർജീവമായി പോകും. അതുപോലാണ് യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം. അത് നമുക്കൊരു പരിചയമാണ്. ആമേൻ. അത് ശത്രുവിൻ്റെ സകല തന്ത്രങ്ങൾ, അത് നിങ്ങളുടെ ജീവിതത്തിന് നേരെ കൊണ്ടുവരുന്ന ഏത് തന്ത്രങ്ങളെയാണെങ്കിലും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് നിർജീവമാക്കി കളയാൻ കഴിയും. വിശ്വാസം എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു കണ്ണും പൂട്ടിയുള്ള എന്തെങ്കിലും കാര്യമല്ല. ആമേൻ. അത് വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഉറപ്പാണ്. ദൈവവചനത്തിലും നമ്മുടെ കൂടെ നിൽക്കുന്ന യേശുവിലുമുള്ള ഉറപ്പാണ്. സാഹചര്യങ്ങളിലുള്ള ഉറപ്പല്ല. സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും, എന്നാൽ നമ്മൾ കർത്താവ് തന്ന വചനത്തിലും യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിലും ഉള്ള ഉറപ്പ് ശത്രുവിൻ്റെ പദ്ധതികളെ നിർജീവമാക്കി കളയും. ഏത് സമയത്തും ശത്രുവിൻ്റെ തീയമ്പുകൾ ഏത് വിശ്വാസിക്ക് നേരെയും വരാം. അത് സാമ്പത്തിക പ്രതിസന്ധിയായിട്ട് വരാം, ആമേൻ, പല എക്സെട്ര പല രീതിയിൽ വരാം. ഹെൽത്ത് ഇഷ്യൂസ് ആകാം. ബട്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? നമ്മൾ വിശ്വാസത്തിൻ്റെ പരിചയം എടുത്ത് പിടിക്കണം. ഡിക്ലെയറിങ് ദ വേർഡ് ഓഫ് ഗോഡ്. പറയണം, ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്. അതെന്ത് ചെയ്യും? ശത്രുവിൻ്റെ തീയമ്പുകളെ നിർജീവമാക്കി കളയും. നമുക്കറിയാം, ദാവീദിന് നേരെ ഗോലിയാത്ത് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഗോലിയാത്തിനോട് ദാവീദ് പറഞ്ഞ ഒരു കാര്യമാണ്, നീ വലിയ ആയുധങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്, പക്ഷെ ഞാൻ നിൽക്കുന്നത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ. ആ വാക്ക് എന്തുപറ്റി? ദാവീദിൻ്റെ വാക്ക് ഗോലിയാത്തിനെ തകർത്ത് കളഞ്ഞു. ആമേൻ. ഗോലിയാത്ത് തൻ്റെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ കാണിച്ച് ദാവീദിനെ പേടിപ്പിക്കുവാൻ നോക്കിയപ്പോൾ ദാവീദ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഞാൻ നിന്റെ നേരെ വരുന്നത്, എൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല, പക്ഷെ ഞാൻ നിന്റെ നേരെ വരുന്നത് ആമേൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ. അതിലൂടെ ദാവീദ് വിജയം നേടുക. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരിക്കലും ഒരു ബിസിനസ്സുകാരൻ ഭയങ്കര സ്ട്രഗിളിലൂടെ കടന്നു പോവുക, എല്ലാം നഷ്ടപ്പെടും, ബാങ്ക് ജപ്തി ചെയ്യും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് അദ്ദേഹം വിശ്വാസിയാണ്, പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. 37-ാം സങ്കീർത്തനത്തിൻ്റെ 25-ാമത്തെ വാക്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് വിട്ടുകൊടുത്തു. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ആമേൻ, ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായിരിക്കുന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരമിരിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ നീതിമാൻ കൈവിടപ്പെട്ടു പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ബാങ്ക് ജപ്തിയെ അല്ല അദ്ദേഹം ഭയപ്പെട്ടത്. അദ്ദേഹം ഈ വചനത്തിൽ വിശ്വസിച്ചു. ബാങ്ക് ജപ്തിയോട് പറഞ്ഞു, എൻ്റെ ദൈവം, ഞാൻ യേശു ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ നീതിമാനായത്, അതുകൊണ്ട് എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ല, ഞാൻ ഈ പ്രശ്നത്തിനകത്തുനിന്ന് കരകയറുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിക്കുവാനും ഈ വചനം നിരന്തരമായി വിശ്വാസത്തോടെ ഡിക്ലെയർ ചെയ്യുവാനും തുടങ്ങി. നിങ്ങൾക്കറിയാമോ, വളരെ പെട്ടെന്ന് ചില മാസങ്ങൾക്കുള്ളിൽ ചില പുതിയ കോൺട്രാക്റ്റുകൾ ലഭിക്കുകയും അദ്ദേഹത്തിന് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്തു. അതെന്താ വെച്ചാൽ യേശു ക്രിസ്തുവിലും അവൻ്റെ വചനത്തിലുമുള്ള വിശ്വാസം അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷാരഹിതമായ സാഹചര്യത്തെ പ്രതീക്ഷയുള്ളതാക്കി മാറ്റി. അതുകൊണ്ട് എന്താ ദൈവമക്കളെ നമുക്ക് വേണ്ടത്? നമ്മുടെ മുമ്പിലും പിശാചിൻ്റെ തന്ത്രങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിശ്വാസം എന്ന പരിചയം എടുക്കണം. അതിനെന്തൊക്കെ വേണം? ദൈവത്തിൻ്റെ വചനം നമ്മുടെ കയ്യിലുണ്ടാകണം. അതുകൊണ്ട് ആ വചനം ധ്യാനിക്കണം, വചനം കേൾക്കണം എന്ന് നിരന്തരം പറയുന്നത്. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരും. അപ്പം നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ദൈവവചനം കേൾക്കണം, ആ വചനം നമ്മുടെ ഉള്ളിലുണ്ടാകണം. എന്നിട്ട് ആമേൻ, ആ സാഹചര്യത്തെ നോക്കിയിട്ട് അയ്യോ എന്തായിത്തീരും, നോ, അങ്ങനെ പറയാതെ
ദൈവവചനത്തെ പറഞ്ഞിട്ട് പറയണം, ഈ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഇതിനെ ഓവർകം ചെയ്യും. ഒരിക്കലും അവിശ്വാസവും ഭയവും പറയാതെ വിശ്വാസം തന്നെ പറയണം. എന്നിട്ട് ആമേൻ, ഇന്ന് പ്രശ്നത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഉടനെ പ്രശ്നം പരിഹരിക്കപ്പെട്ടെന്ന് വരത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആ പ്രാർത്ഥന തുടരണം, ഡിക്ലറേഷൻ തുടരണം. ആമേൻ, വിശ്വാസം പറയുന്നത് തുടരണം, നിർത്തിക്കളയല്ലേ. ആമേൻ, ആമേൻ. അതുകൂടാതെ വിശ്വാസികളായ ചിലരെ കൈപിടിക്കണം. അതായത് ഈ റോമൻ സാമ്രാജ്യത്തിൽ അന്നുണ്ടായിരുന്ന ഷീൽഡ് എന്ന് പറഞ്ഞാൽ അടുത്ത് നിൽക്കുന്ന പടയാളിയുടെ ഷീൽഡിനോട് കണക്ട് ചെയ്താൽ പോകുന്നത്. അതാണ് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ 2 or 3 പേർ ഭൂമിയിൽ ഐക്യമത്യപ്പെട്ടാൽ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ 2 പേർ ഐക്യമത്യപ്പെട്ടാൽ, അതെ 2 പേർ ഐക്യമത്യപ്പെട്ടാൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആമേൻ, വിശ്വാസമുള്ള, നമ്മുടെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നവരല്ല, നമ്മൾ നശിച്ചു പോകുന്ന കാണാൻ ആഗ്രഹിക്കുന്നവരല്ല, നമ്മുടെ കൂടെ നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോടുകൂടെ ചേർന്ന് നിന്ന് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവവചനം ഡിക്ലെയർ ചെയ്യുകയും ചെയ്യുക. അത്ഭുതങ്ങൾ സംഭവിക്കും. ആമേൻ. ഏതു തരത്തിലുള്ള ഹല്ലേലൂയ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നാലും ഓർക്കുക, യേശുവാണ് നിങ്ങളുടെ പരിച. കാരണം ഉയർത്തി പറ, യേശുവാണ് നമ്മുടെ പരിച. സങ്കീർത്തനക്കാരൻ പറയുന്നു, ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത് ആൻഡ് മൈ ഷീൽഡ്. ആമേൻ. കർത്താവ് എൻ്റെ പരിചയം, എൻ്റെ കോട്ടയുമാകുന്നു. ആമേൻ. അതുകൊണ്ട് ഞാൻ അവനിൽ ആശ്രയിക്കും. നമുക്കിന്ന് പറയാം, യേശുവാകുന്നു എൻ്റെ പരിച. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ശത്രുവിൻ്റെ സകല പദ്ധതികളെയും തകർത്തെറിഞ്ഞ യേശു എനിക്ക് പരിചയമായിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇന്ന് ആ യേശുവിൽ ആശ്രയിക്കുന്നു. ഞാൻ ജയാളിയായി മുന്നേറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ മുമ്പിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ തളരാതെ വിശ്വാസം എന്ന പരിചയം എടുത്തു പിടിച്ച് അതിനെ ജയിക്കുക. കർത്താവ് ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരങ്ങളെ ഉയർത്തി പറഞ്ഞാട്ടെ, നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.